മുജാഹിദുകൾ സാധാരണ പറയല് ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം ഖുർആൻ എന്നാണ്. നബിദിനത്തിന്റെ വിഷയം വരുമ്പോൾ ഖുർആൻ തെളിവിട്ടോ എന്ന് ചോദിക്കൂല. ഖുർആൻ തെളിവിട്ടോ എന്ന് ചോദിക്കൂല. കാരണം എന്താണ്? അത് ചോദിച്ചാൽ ഉടനെ ആയത്തോതും. ആയത്ത് ലൈഫാന്ന് പറയാൻ പറ്റൂല. ഹദീസും മറ്റൊക്കെ പാവം എന്ത് ചെയ്യാ, അത് ലൈഫാന്ന് പറയാ. ആയത്ത് ലൈഫാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈഫാന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ആയത്ത് ചോദിക്കൂല മൗലവിമാര്. ഈ വിഷയത്തും ആയത്ത് ചോദിക്കൂല. ഓ മൗലവിമാരെ, ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം എന്താണ്? ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം നിങ്ങൾ പറയാറുള്ളത് ഖുർആനാണെന്നല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഖുർആൻ തെളിവ് ചോദിക്കുന്നില്ല? പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മൗലവിമാർക്കറിയാം. ലോകത്ത് അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അനുസ്മരിക്കപ്പെടണം. അല്ലാഹ് അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. അത് ലോകത്ത് അനുസ്മരിക്കപ്പെടണമെന്ന് ഖുർആനിൽ അല്ലാഹ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൗലവിമാർ ഖുർആൻ തെളിവുണ്ടോ എന്ന് ഈ വിഷയത്തിൽ ചോദിക്കൂല. അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഖുർആനിൽ ആയത്തൊന്ന് തെളിവ് പറയട്ടെ. മൗലവിമാർക്ക് വേണ്ടിയല്ല, അവരെ അല്ലാഹ് നന്നാക്കുകയല്ലാതെ നമ്മൾ ആയത്ത് കൊണ്ട് അവർ നന്നാവൂല. നിങ്ങൾ കേട്ടോളൂ, അല്ലാഹ് പറയുന്നു, വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂരി വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. ഓ മുഹമ്മദ് നബിയേ, നമ്മൾ മൂസാ നബിക്ക് പല തെളിവുകളും കൊടുത്തുകൊണ്ട് മൂസാ നബിയെ പറഞ്ഞേച്ചിട്ടുണ്ട്. ആ മൂസാ നബിയോട് നിർദ്ദേശിച്ച നിർദ്ദേശം തങ്ങളോടുള്ള നിർദ്ദേശം തന്നെയാണ്. അതുകൊണ്ട് മൂസാ നബി അടക്കമുള്ള അമ്പിയാക്കളെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അത് ഖുർആനിൽ മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫബിഹുദാഹു മുഖ്തദി. ആ അമ്പിയാക്കളുടെ സന്മാർഗത്തെ തങ്ങളും പിന്തുടരണം. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അമ്പിയാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ അനുയായികളും പിന്തുടരാൻ വേണ്ടി ഖുർആനിൽ അല്ലാഹ് പറയാണ്, അൻഅഖ്രിജ ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. സമൂഹത്തെ നിങ്ങൾ വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പുറപ്പെടുവിച്ചു കൊണ്ടുവരണം. വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യണം. പിന്നെന്ത് വേണം? വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്. അല്ലാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അവർക്ക് അനുസ്മരിപ്പിക്കണം. അല്ലാഹ് വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളില്ലേ, അത്തരം അനുഗ്രഹം കിട്ടിയ ദിവസങ്ങൾ ജനങ്ങൾക്ക് അനുസ്മരിപ്പിക്കണം. അതെന്തിനാ അനുസ്മരിപ്പിക്കുന്നത്? അതിന്റെ നേട്ടം എന്താണ്? ഖുർആൻ പറയുന്നത്, ഇന്ന ഫീ ദാലിക, അങ്ങനെ അനുസ്മരിപ്പിക്കുന്നതിലുണ്ട്, ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ക്ഷമയുള്ള മഹാന്മാർക്കും നന്ദി ചെയ്യുന്ന ആളുകൾക്കും അതിൽ തെളിവുകളുണ്ട് നബിയേ. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ റാസി നോക്കൂ, അതുപോലെ മറ്റുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ. പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്നു, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത നിർദ്ദേശം റസൂലുള്ളാഹിക്കും നൽകുകയാണ്. എന്തുകൊണ്ട് ആ അമ്പിയാക്കളോട് റസൂലുള്ളാഹിയും പിന്തുടരണം? എന്തിനാ തുടരുന്നത്? അതെ, അല്ലാഹു തആലാന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹ് വലിയ മുസീബത്ത് ഇറക്കിയ ദിവസങ്ങളുണ്ട്, അല്ലാഹ് വലിയ നിഅമത്ത് ചെയ്ത ദിവസങ്ങളുമുണ്ട്. മുസീബത്ത് ഇറക്കിയ ദിവസങ്ങളും സംഭവങ്ങളും അനുസ്മരിപ്പിച്ചാൽ ജനങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനത്തിന് തയ്യാറാകും. അപ്പൊ സബ്ബാറിന് പാഠമുണ്ട്. അതുപോലെ അല്ലാഹ് വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചാൽ, അനുസ്മരിപ്പിച്ചാൽ അതിന് ശുക്റായിട്ട് സൽക്കർമ്മം ചെയ്യും മുഅ്മിനീങ്ങൾ. അതുകൊണ്ടും അവർക്ക് ഫലം കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഇതാണ് സഹോദരന്മാരെ, ആശൂറാ ദിവസം അല്ലാഹ് നിഅമത്ത് ചെയ്ത ദിവസമാണ്. അത് ഖിയാമത്ത് നാൾ വരെ കൊല്ലത്തിൽ അനുസ്മരിപ്പിക്കണം. അപ്പൊ ശുക്റായിട്ട് അന്നത്തെ ദിവസം സദഖ വർദ്ധിപ്പിക്കും, അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കും, അന്നത്തെ ദിവസം നോമ്പെടുക്കും, നോമ്പ് തുറപ്പിക്കും, അങ്ങനെ പല പരിപാടിയും നടത്തും. ഇതുപോലെ വെള്ളിയാഴ്ച ആദം നബിയുടെ ജന്മദിനമാണ്, അന്നൊരു അനുസ്മരണ ദിനമാണ്. അന്ന് സദഖക്ക് പ്രതിഫലം കൂടുതലാണ്, അന്ന് സൽക്കർമ്മത്തിന് പ്രതിഫലം കൂടുതലാണ്. ഇതുപോലെ മുഹമ്മദ് നബിയുടെ ജന്മദിനം അത് വലിയ അനുഗ്രഹമുള്ള ദിവസമാണ്. ആ ദിവസം ഓർമ്മിപ്പിക്കുമ്പോൾ അന്ന് ജനങ്ങൾ ധർമ്മം ചെയ്യും, അന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും, അന്ന് 10 സ്വലാത്ത് ചൊല്ലും, അന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഇങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവർ നന്ദി ചെയ്യും. അതിനു വേണ്ടിയാണ് അല്ലാഹു അനുഗ്രഹിച്ച ദിവസങ്ങളെ അനുസ്മരിപ്പിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു.